തവിഞ്ഞാൽ പഞ്ചായത്തിൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതോടെ പ്രതീക്ഷയിലാണ് വാളാട് ടൗൺ. 100-ലധികം സ്ഥാപനങ്ങളുള്ള ടൗൺ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഇന്നും പതിറ്റാണ്ടുകൾ പിന്നിലാണ്. 100-ലധികം കച്ചവട സ്ഥാപനങ്ങൾ, വില്ലേജ് ഓഫീസ്, ബാങ്കുകൾ, ATM, ആശുപത്രി തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നത് ടൗണിന്റെ ഹൃദയഭാഗത്താണ്. പൊതു ശൗചാലയം ഇല്ലാത്തതിനാൽ ടൗണിൽ എത്തുന്നവർ ഏറെ പ്രയാസപ്പെടുന്നുണ്ട്. നിലവിലുള്ള ഏക ശൗചാലയം ടൗണിൽ നിന്നും 500 മീറ്റർ അകലെയാണ്. ഇവിടേക്ക് ഇറങ്ങിച്ചെല്ലാൻ വയോധികർക്കും രോഗികൾക്കും പരസഹായം വേണം. ദിവസേന 120ഓളം സർവീസുകൾ കടന്നുപോകുന്ന ടൗണിൽ അനുയോജ്യമായ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ല. നടപ്പാതകൾ ഇല്ലാത്ത റോഡിലൂടെ ജീവൻ കയ്യിൽ പിടിച്ചാണ് കാൽനടയാത്രക്കാർ സഞ്ചരിക്കുന്നത്. ടൗണിൽ ഓവുചാലുകൾ ഇല്ലാത്തതിനാൽ മഴക്കാലത്ത് സമീപ പ്രദേശങ്ങളിൽ നിന്ന് എത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കല്ലുകളും റോഡിൽ അടിഞ്ഞുകൂടി ഇരുചക്ര വാഹനങ്ങളും മറ്റും അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. അശാസ്ത്രീയമായ പാർക്കിംഗ് പല സമയങ്ങളിലും ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നുണ്ട്. ടൗണിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് ശുചീകരണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് തൂപ്പുകാരെയോ മറ്റുള്ള ആൾക്കാരെ സ്ഥാപിച്ചിട്ടില്ല. ഇതൊക്കെ തന്നെ വാളാട് ടൗണിന് വളരെ പുറകിലോട്ട് പോകാനുള്ള ഒരു അവസ്ഥയാണ്. പഞ്ചായത്ത് സംവിധാനം, പുതിയ പഞ്ചായത്ത് ഭരണസമിതി വരുമ്പോൾ നമ്മൾ അവരിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. വാളാട് ടൗണിന് പുതിയതായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ ഭരണസമിതിയിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുന്നത്. ടൗണിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റ് ഒഴികെയുള്ള തെരുവ് വിളക്കുകൾ പലതും കണ്ണടച്ചിട്ട് മാസങ്ങളായി. പുതിയ പഞ്ചായത്ത് ഭരണസമിതിയുടെ ആദ്യ പരിഗണനയിൽ വാളാട് ടൗണിന്റെ നവീകരണം ഉൾപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. വയനാട് വിഷൻ, വാളാട്.